എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ബോൾസ് ആണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത് കോൺഫ്ലവർ വെച്ചിട്ടാണ്. 100 ഗ്രാം കോൺഫ്ലവറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ ബേക്കറിയിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ലഭിക്കും. ഞാൻ ഇതുപോലെ അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 നുള്ളു ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിൽ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പാലെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മളിത് നല്ലതായിട്ട് ഇളക്കിയെടുത്തു. ഇനി ഒരു പാനിലോട്ട് നമുക്കുണ്ടല്ലോ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഏലക്കാപ്പൊടിക്ക് പകരമുണ്ടല്ലോ വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇപ്പം നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാകും കേട്ടോ. അപ്പോൾ കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടിയായിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഉപ്പില്ലാത്ത ബട്ടർ വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നമുക്കിത് കൈയെടുക്കാതെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ട് കുറുകി ഒന്ന് കട്ടിയാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ് കേട്ടോ. ഇപ്പോൾ നോക്കി നല്ലതായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് പരുവത്തിനായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് കൈകൊണ്ട് തൊടാൻ പാകത്തിന് ചൂടാവുമ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ നിന്നുണ്ടല്ലോ കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടാം. നമ്മൾ ഈ കളുകടയ്ക്കൊക്കെ ഉരുട്ടിയെടുക്കുമല്ലോ, അതേ രീതിയിൽ ഇത് നല്ലതായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ക്രാക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. കയ്യിൽ എണ്ണയോ നെയ്യോ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല. കയ്യിലൊട്ടും തന്നെ ഒട്ടത്തില്ല. നമ്മളിതിലോട്ട് ബട്ടർ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കയ്യിൽ ഒട്ടി പിടിക്കത്തില്ല. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി നമ്മളുണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിലോട്ട് സ്വല്പം ഇട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുടഞ്ഞു കൊടുത്താൽ അതായത് ഇതേ രീതിയിൽ നല്ലൊരു ഡിസൈനിൽ കിട്ടും. കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ മിൽക്ക് ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്വീറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.